ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് കവർ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. എവിടെയൊക്കെയാലും കവർ സ്റ്റിക്കേഴ്സ് ആണല്ലോ, അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കാം. അതിന് വേണ്ടി പിൻട്രസ്റ്റിച്ചില്ല കവർ സ്റ്റിക്കറെന്നും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. കവർ സ്റ്റിക്കേഴ്സ്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ കുറേ പിക്ചേഴ്സ് ഇട്ടും അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. നേരെ ഗാലറിയിൽ ഉണ്ടാവും. എന്നിട്ട് ഞാൻ മുമ്പ് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ആൻഡ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കോപ്പി എന്നിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കൂട്ടെ കുറക്കെ തിരികെ മറിക്കുക എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ നേരെ സ്ക്രീനിൽ വെച്ചിട്ട് A4 ഷീറ്റ് വെച്ചിട്ടുണ്ടോ വരച്ച് വെക്കുന്നത്. വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കൈ കൊണ്ട് വരച്ചാനേ കേട്ടോ. സ്കെച്ച് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് സ്കെച്ച് വെച്ചിട്ടൊന്ന് മൊത്തത്തിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പേപ്പർ ഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് സ്കെച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. അത് നമുക്ക് നല്ലൊരു അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ CT മാർക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജെൽ പെന്ന് യൂസ് ചെയ്യാം. എന്താണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എൻ്റെ എനിക്ക് സ്കെച്ച് ഉണ്ടായുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന പല സ്റ്റിക്കേഴ്സും ലാസ്റ്റ് ആകുമ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 ചെയ്ത് കഴിയുമ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കളഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിലും 2-3 തെറ്റൊക്കെ അപ്പോൾ അതും കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ മൊത്തത്തിൽ എന്താ കളർ അടിച്ചെടുക്കുകയായിരുന്നു. ഞാനത് നമ്മൾ കളർ പെൻസിൽ വെച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, നമ്മൾ ആൽക്കഹോൾ മാർക്കർ ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്താണ് നമ്മൾ മൊത്തത്തിൽ കളർ അടിച്ചു. നിങ്ങൾ ഒരു സ്കെച്ച് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആൽക്കഹോൾ മാർക്കർ മേടിക്കാൻ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആൽക്കഹോൾ മാർക്കർ മേടിച്ചിട്ട് ഒരു പണി കിട്ടിയ ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടോ. അപ്പം ഒന്ന് സൂക്ഷിച്ചൊക്കെ മേടിക്കുക. അപ്പോൾ ഇത് നല്ല, ഞാൻ പറയുന്ന ആൽക്കഹോൾ മാർക്കർ നല്ലൊരു മാർക്കറാണ് കേട്ടോ. 48 പീസുണ്ട്, 84 പീസുണ്ട്, അത് കുറേ പീസിൻ്റെ കുറേ കിടുന്നുണ്ട്. അപ്പോൾ നല്ല മീഷോയിലൊക്കെ ഒന്ന് കയറി നോക്കുക. നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റിനും അത്യാവശ്യം അഫോർഡബിളായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഞാൻ കളർ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാണ്ടക്കുട്ടനൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കൊക്കെ ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്കെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്കെച്ചാണ് കേട്ടോ അത്. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മൾ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അതും ലോങ് വീഡിയോ ആണ് കേട്ടോ അത്. അവിടേക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. മൊത്തത്തിൽ ഒരു വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും ആ ഒരു സ്റ്റിക്കറിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും മേടിച്ച സ്റ്റിക്കറായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ കുറവായിരിക്കും. മൊത്തത്തിൽ നമുക്കങ്ങനെ എന്താണ് വെട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ ഇങ്ങനെയായിട്ട് നമ്മൾ മൊത്തത്തിൽ വെട്ടിയെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ വെട്ടിയെടുക്കുക. ഇത്രയാണ് നമ്മൾ ടോട്ടൽ വെട്ടിയെടുത്തത്. ആൻഡ് നല്ല രീതിയിൽ സെല്ലോ ടാപ്പിൽ ഇങ്ങനെ ഇങ്ങനത്തെ എന്താണ് ചുളുക്കൊന്നും ഇല്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് 2 വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ജസ്റ്റ് 2 കവർ ചെയ്ത് മാല മാതിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ സൈഡ് അപ്പോൾ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മൾ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ അതും പൊട്ടിച്ചിട്ട് കട്ട് ചെയ്ത് ചുറ്റും. മറ്റേ ടാപ്പും ആ പേപ്പറൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ നമ്മൾ നേരെ എന്തത് എല്ലാ സ്റ്റിക്കറും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് ഇങ്ങനെ സ്റ്റാറും ക്ലൗഡൊക്കെ വെച്ച് നല്ല അടിപൊളി പശയാണ് കേട്ടോ. താഴത്തും നല്ല അടിപൊളിയായിട്ട് ഒട്ടണുണ്ട്. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കർ മറ്റേ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞില്ല പകുതിയൊന്നുമില്ല. ക്യാരറ്റൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിട്ടോ, സ്ഥലമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇത് മാറ്റിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ.